മെഡിക്കൽ കോളേജ് ഉള്ളൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ അപകടം ഉണ്ടായത്. മിനി ലോറി ഓടിച്ചു വന്ന ഡ്രൈവറിന് പെട്ടെന്ന് ഫിക്സ് വരികയും തുടർന്ന് അദ്ദേഹം ഫിക്സ് വരുന്ന സമയത്ത് ആക്സിലേറ്ററിൽ കാല് ചവിട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റി ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏറെ ഗതാഗത കുരുക്കുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിന് സമീപമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ ലോറി നിയന്ത്രണം തെറ്റിയതിനെ തുടർന്ന് നിരവധി വാഹനങ്ങളിലായിട്ട് ഇടിച്ചതിന് ശേഷം ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഉള്ളൂർ ഭാഗത്തേക്ക് ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ക്ലോസ് ചെയ്തിരുന്ന ഭാഗത്തേക്കാണ് ഇടിച്ചു കയറി ഈ മണലുമായി എത്തിയ ലോറി ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷേ തിരക്കുള്ളൊരു റോഡായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയില്ല. കാരണം ഒരു പോസ്റ്റിൽ ആദ്യം തന്നെ ഇടിക്കുകയും രണ്ട് ഓട്ടോകൾ ഇടിച്ച് ബൈക്കും ഇടിച്ചതിന് ശേഷമാണ് ഈ കുഴിയിലേക്ക് ഈ ലോറി വന്ന് വീഴുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ഓട്ടോകൾ, ഒരു ഇലക്ട്രിക് ഓട്ടോ കൂടിയാണ്, രണ്ട് ഓട്ടോകളാണ് ഇടിച്ചത്. അതുപോലെ തന്നെ ഒരു ഡിയോ എന്ന് പറഞ്ഞ ഒരു ബൈക്കിനെ പൂർണ്ണമായിട്ടും ഇടിച്ച് തകർത്തിട്ടുണ്ട്. ഇതിൽ ഈ ഓട്ടോകൾ ഇടിച്ചതിന് ശേഷം ഈ സമീപത്തുള്ള ഇലക്ട്രിക് ഓട്ടോയിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ പോസ്റ്റിലേക്ക് ഇടിക്കുന്നത്. വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒടിഞ്ഞ് മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ പണികളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഈ പണികൾ പുരോഗമിച്ച് പൂർണ്ണസ്ഥിതിയിൽ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ KCB ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചെയ്തു വരുന്നത്. എന്തായാലും ഈ ഡ്രൈവറിനെ പറ്റി ഈ ആരോഗ്യ സ്ഥിതി മോശമായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ നിലവിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ സ്ഥിതിയും ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഓട്ടോയിൽ കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു, അവർക്കാണ് സാരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളില്ല. നിരവധി ആൾക്കാർ ഈ പ്രത്യേകിച്ചും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻവശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നിരവധി ആൾക്കാർ ഈ ഭാഗത്ത് വരുന്നത് കൂടിയാണ്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ തലനാരിഴയ്ക്ക് പലരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.